നമ്മുടെ വേദി, നമ്മുടെ ഗ്രാൻഡ് മാജിക്കൽ സർക്കസിന്റെ വേദി വലിയൊരു സംഭവത്തിന് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. കലേഷ് ചേട്ടാ. സാധാരണ അവയവദാനം മഹാദാനം എന്നാണ് പറയാറ്. അതെ. അപ്പോൾ അങ്ങനെ ഒരു 2 വർഷമായിട്ട് കിഡ്നി തകരാറിലായി നിരന്തരം ഡയാലിസിസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചേച്ചി ഈ വേദിയിലേക്ക് വരികയാണ്. അതെ. ഇപ്പോൾ ഒരാൾ അവർക്ക് ഒരു കിഡ്നി നൽകാം എന്ന് സമ്മതിച്ചിട്ടുണ്ട്. 2 വർഷം മുമ്പ് ഒരു സമ്മതപത്രത്തിൽ അദ്ദേഹം ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള പൈസ ഫണ്ട് സ്വരൂപിക്കുകയാണ് നമ്മുടെ ഈ ഗ്രാൻഡ് മാജിക്കൽ സർക്കസിലൂടെ. അതെ, അതിനുള്ള ഫണ്ട് നമ്മൾ റേസ് ചെയ്യാണ് ഇന്ന് ഇവിടെ. അപ്പോൾ ആ ചേച്ചിയെ നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. യെസ്, പ്രിയപ്പെട്ട മുത്തുലക്ഷ്മി ചേച്ചിയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ചേച്ചി, ഇതാണ് നമ്മൾ പറഞ്ഞ മുത്തുലക്ഷ്മി ചേച്ചി. നമുക്ക് സെലിബ്രിറ്റി ഗസ്റ്റിനോടൊന്ന് ചോദിക്കാം. സർ, ലക്ഷ്മി ചേച്ചി, ഇതാണ് നമ്മുടെ മുത്തുലക്ഷ്മി ചേച്ചി. ചേച്ചിക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്, 2 വർഷമായി. അപ്പോൾ കിഡ്നി മാറ്റിവെക്കാനായിട്ടുള്ള ഒരു അതിൻ്റെ ഒരു ഇതിലാണ് നമ്മൾ. അപ്പോൾ കലേഷ് ചേട്ടാ, അത് ഒരാൾ സധൈര്യം മുന്നോട്ട് വന്നിട്ടുണ്ട്. 2 വർഷം മുമ്പ് അദ്ദേഹം ഒരു സമ്മതപത്രത്തിൽ, ഇത് ഫെയിലിയർ ആയ സമയത്ത് തന്നെ അദ്ദേഹം സമ്മതപത്രത്തിൽ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതെ, നമുക്ക് അദ്ദേഹത്തെ കൂടി വിളിച്ചാലോ? അതെ, ഈ സർക്കസ് കൂടാരത്തിലെ തന്നെ ബൈക്കും സാഹസികമായിട്ട് ജീപ്പ് ജമ്പർ എന്നൊക്കെ പറയില്ലേ, ആ സാഹസികമായിട്ട് ബൈക്കും പിന്നെ കാറും ഒക്കെ ഓടിക്കുന്ന ഒരു സാഹസികനാണ് അദ്ദേഹം. അദ്ദേഹത്തെ വിളിച്ചാലോ? വിളിക്കാം. ബൈക്ക് ജമ്പർ സുഖേട്ടാ, സ്വാഗതം. സ്വാഗതം സുഖുവേട്ടാ. നമ്മൾ വളരെ എന്താ പറയാ, അഭിമാനത്തോടെയാണ് സുഖുവേട്ടനെ ഈ വേദിയിലേക്ക് വിളിച്ചത്. നമ്മുടെ ഗ്രാൻഡ് മാജിക്കൽ സർക്കസിന് ഉള്ള ഒരു പ്രൗഡ് നിമിഷമാണ്. കാരണം ഇങ്ങനെ ഒരു കാര്യം ആരും ചെയ്യുന്നതല്ല. അല്ല, നമ്മള് വർഷങ്ങളായിട്ട് ഈ ഫീൽഡിൽ നിൽക്കുന്ന ഒരാളാണ്. നമുക്ക് ജീപ്പ് ജമ്പ് മാത്രമല്ല, മരണക്കിടറൊക്കെ നമ്മൾ വളരെ സാഹസികമായിട്ട് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് വിഷയമല്ല. അതാണ് എന്റെ ഏറ്റവും പ്രത്യേകത. പക്ഷേ ഈ കാലത്ത് ഇങ്ങനെ ഒരു ത്യാഗം, ഇങ്ങനെ ഒരു മഹാമനസ്കത ഒരാളും കാണിക്കില്ല. അല്ല, ത്യാഗമായിട്ട് കണക്കാക്കണ്ട. അങ്ങനത്തെ ഒരു മനസ്സുള്ളത് മാത്രമാണ് ഒരുപക്ഷെ നിങ്ങൾ എന്നെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചത് തന്നെ. അല്ല ചേട്ടാ, ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ ചേട്ടന്റെ വലിയൊരു ആരാധികയായിട്ട് മാറി ഈ ഒരു കാര്യം കേട്ടതോടുകൂടി. കലേഷ് ചേട്ടാ, അല്ല, ഞാൻ പറയണത് നമ്മളിങ്ങനെ തയ്യാറാകാന്ന് പറയുന്നത് എനിക്ക് വലിയ കാര്യമായിട്ട് തോന്നുന്നില്ല. കാരണം ഇത് സ്വാഭാവികമായിട്ടും ഇങ്ങനത്തെ ഒരു മനസ്സുണ്ടാകുക, ധൈര്യം ഉണ്ടാകുക എന്ന് പറയുന്നത് അത് എനിക്ക് വലിയ സംഭവമായിട്ട് അല്ല. എല്ലാവരും ഇങ്ങനെ വാചകടി അല്ലെങ്കിൽ സംസാരിക്കൽ മാത്രമേ ഉള്ളൂ, പ്രവൃത്തിയിൽ ആരും ഒരിക്കലും ഇങ്ങനെ ചെയ്യുന്നതായിട്ട് ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും വളരെ സെൽഫിഷ് ആയിട്ടുള്ള ആളുകളാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അതാണ് എനിക്ക് ചേട്ടനോട് നമുക്കൊക്കെ ഉള്ള ഒരു ആരാധന. ഈവൻ രക്തബന്ധമാണെങ്കിൽ പോലും ചെയ്യില്ലെന്നേ. അങ്ങനെയുള്ള ഒരു സമയത്താണ് ചേട്ടൻ ഈ ഒരു കാര്യം ചെയ്യുന്നത്. വളരെയധികം സന്തോഷമുണ്ട് നിങ്ങൾ ഇങ്ങനെ പോഴ്ത്തുമ്പോ. അപ്പോ അദ്ദേഹം സമ്മതിച്ച പോലെ 2 വർഷം മുമ്പ് സമ്മതപത്രത്തിൽ ഒപ്പിട്ട് കൊടുത്ത പോലെ അദ്ദേഹത്തിന്റെ ഒരു കിഡ്നി ചേച്ചിക്ക്, അദ്ദേഹത്തിന്റെ സ്വന്തം ഭാര്യയ്ക്ക് കൊടുക്കാൻ പോവാണ്. എല്ലാവരും ഒന്ന് അഭിനന്ദിക്കേ. ചേട്ടാ, തീർച്ചയായിട്ടും അഭിനന്ദിക്കണം. കാര്യം എന്ന് പറഞ്ഞാല് നമുക്ക് സാധാരണ ഫണ്ട് ഉണ്ടാക്കിയാൽ മാത്രം മതി ട്രീറ്റ്മെന്റിന്. എല്ലാവർക്കും അറിയാം, കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യാന്ന് പറയുമ്പോൾ വലിയൊരു തുക ഇതിന് വേണ്ടിയിട്ടാകും. ഇനി കാശ് കണ്ടെത്തിയാൽ മതി. കിഡ്നി ചേട്ടൻ കൊടുക്കുന്നുണ്ടല്ലോ. ചേട്ടൻ കിട്ടി കൊടുക്കാന്ന് പറഞ്ഞല്ലേ? 2 വർഷം മുമ്പ് സമ്മതപത്രത്തിൽ ഒപ്പിട്ട് കൊടുത്തല്ലേ? സിനിമയിലൊക്കെ ഉള്ള ലക്ഷ്മി, ഇതെന്താ പരിപാടിക്ക് മനസ്സിലാവില്ല. പരിപാടിയുടെ അല്ല, നിങ്ങളുടെ ഭാര്യക്ക് ഒരു കിഡ്നി ദാനം ചെയ്യാന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഒപ്പിട്ട് കൊടുത്തു എന്ന് പറഞ്ഞ ഒപ്പിട്ട പേപ്പർ ഉണ്ടല്ലോ. 2 വർഷം മുമ്പ് പേപ്പർ ഇല്ല അവിടെ. ഞാൻ കാണിച്ചു തരാം. ഞാൻ 2 വർഷം മുമ്പ് ഞാൻ ഒപ്പിട്ട് കൊടുത്തുന്ന സുകുമാരൻ എഴുതിയിട്ടുണ്ട് അവിടെ. ചേട്ടന്റെ ഭാര്യക്ക് ഇത് കൊടുക്കാം. ഒപ്പൊക്കെ ശരിയാണ്. ആ ഡേറ്റ് നോക്ക്, 2 വർഷം മുമ്പ്. 2 വർഷം എന്റെ അറിവില്ലാത്തൊരു സമയത്ത്. 2 വർഷം മുമ്പെന്ന് പറയുന്ന അറിവില്ലാത്ത സമയമാണോ? പിന്നെന്ത്? എന്റെ അറിവില്ലാത്ത സമയത്ത് 2 വർഷം മുമ്പ് ഞാൻ ഒപ്പിട്ട് കൊടുത്തത്, അതൊക്കെ ശരിയാണ്. പക്ഷെ ഇപ്പൊ എനിക്ക് അറിവ് വന്നില്ലേ? 2 വർഷം മുമ്പെന്ന് പറയുന്നത് നമുക്ക് അറിവില്ലാത്ത 2 വർഷം മുമ്പ് താൻ എത്ര വയസ്സുണ്ടായിരുന്നു? വയസ്സിന്റെ അല്ലോ, പിന്നെ അറിവ്. പുതിയ 2 വർഷത്തിന് അറിവ് മാറിയല്ലോ. ഇപ്പൊ ഉദാഹരണത്തിന് ഈ നമ്മുടെ ഇപ്പൊ പിണറായി വിജയൻ മുഖ്യമന്ത്രി സാറ് 2 വർഷത്തിന് മുമ്പ് മുഖ്യമന്ത്രി ആയിരുന്നോ? അല്ലായിരുന്നു. ഇപ്പോഴല്ലേ മുഖ്യമന്ത്രി ആയത്? അതൊരു പുതിയ അറിവല്ലേ?
ഈ പഴയ അറിവ് വെച്ച് എന്റെ കിഡ്നി കൊടുക്കാൻ ഞാൻ തയ്യാറല്ല എന്റെ പൊന്നു ചേട്ടന്മാരെ. അതിന് വേറെ ആളെ നോക്കിയായി. ചേട്ടാ ചേട്ടന്റെ അപ്പൊ അങ്ങനെ ഭാര്യ പോവല്ലേ? അങ്ങനെ പോവല്ലേ, ഒരു സെക്കൻഡ്. ചേട്ടന്റെ ഭാര്യയല്ലേ ചേട്ടാ അതെ. അത്? ഇതൊരു എന്താ പറയാ, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര ആളായി? കല്യാണം കേട്ടിപ്പോ ഏകദേശം ഒരു 5 വർഷമായിട്ടുണ്ട്. 5 വർഷമായി. 5 വർഷമായിട്ടുണ്ട്. അപ്പൊ അത് പുതിയ അറിവാണോ അതെനിക്ക്? പിന്നെ അത് പഴയ അറിവാണെങ്കിൽ തന്നെ ഇപ്പൊ 5 വർഷമായില്ലേ? അതെ ഇത് അതെ പുതിയ അതെ അറിവല്ലേ? അതെ 5 വർഷം കഴിഞ്ഞതോടെ തനിക്ക് അറിയാമല്ലോ, ഓർമ്മയുണ്ടല്ലോ. പിന്നെന്താ ഈ 2 വർഷം മുമ്പ് എഴുതി കൊടുത്തത് അത് ഞാൻ ഒരു തനിക്ക്? കാര്യം ചോദിക്കട്ടെ, ചോദിക്കും. ഈ സിനിമാക്കാർക്ക് എന്താ എന്റെ കിഡ്നി കാര്യം? സിനിമാക്കാർക്ക് എന്റെ കിഡ്നി കാര്യം എന്താ? സിനിമാക്കാർക്ക് തന്റെ കിഡ്നി വേണ്ടത് തന്റെ ഭാര്യക്കാണ് കിഡ്നി കൊടുക്കുക. അതെ, അതുകൊണ്ട് അതെ, എനിക്കില്ല. അല്ല, അത് പിന്നെ ഞങ്ങൾ സംസാരിച്ചോളാം. നിങ്ങൾ സിനിമയിൽ അഭിനയിക്കുന്നു, എന്റെ കിഡ്നിയെ പിടിച്ച് ഞാൻ കളിക്കാൻ നിങ്ങൾ സിനിമയിൽ അഭിനയിക്കാൻ തന്നെ ഞങ്ങളുടെ ജോലിയാണ്. താൻ ജീപ്പ് കഴിക്കാൻ തന്റെ ഒരു ജോലിയല്ലേ? എന്റെ കിഡ്നി കൊടുക്കാൻ എന്റെ ജോലിയൊന്നും അല്ല. കൊടുക്കേണ്ടത് തന്റെ ഭാര്യക്കാണ്. അപ്പൊ കൊടുക്കേണ്ട ഭാര്യക്കാണ് ഉത്തരവാദിത്തം ഉണ്ട് എനിക്ക്. ചേട്ടൻ സുഖമായിട്ട് ശരിയല്ല ഞാൻ കേട്ടാ. ഒരു കാര്യം പറഞ്ഞോട്ടെ. ചോദിച്ചോ. താങ്കളുടെ വീട്, താങ്കളുടെ പത്നി, അതെ, അപ്പോ താങ്കളുടെ പത്നിക്ക് കിഡ്നി ഒരു കിഡ്നി ഒരു കൊടുക്കുന്നു, കിഡ്നി. ഒരു കിഡ്നി മനുഷ്യന് കൊടുക്കുന്നു. ജീവിക്കാൻ ഒരു മനുഷ്യൻ കിഡ്നി ഒരു മതി. കിഡ്നി മതി, അതെ, അതെ. ഒരാൾക്ക് ജീവിക്കാൻ ഒരു കിഡ്നി മതി. അപ്പൊ താങ്കളുടെ അടുത്ത് തന്നെ പത്നി ഉണ്ടാവുമല്ലോ, വീടിന്റെ പരിസരത്ത് തന്നെ ആളുണ്ടാവുമല്ലോ, എപ്പോഴും കാണുകയും ചെയ്യാം. താങ്കളുടെ പത്നിക്കല്ലേ ഇത് കൊടുക്കുന്നത്? അതെ കലേഷേ, ആ. അതായത് എന്റെ കിഡ്നി എന്റെ വീടിന്റെ ചുറ്റുപാടത്ത് മാത്രം പോരാ, ആ. എന്റെ അകത്ത് തന്നെ വേണം. അതാണ് എന്റെ ആഗ്രഹം. അല്ലാണ്ട് ഇങ്ങനെ ഓടി നടന്നാ പോരാ കിഡ്നി. ഇപ്പൊ കലേഷ് പറഞ്ഞല്ലോ ഒരാൾക്ക് ജീവിക്കാൻ ഒറ്റ കിഡ്നി മതിയെന്ന്. ഏതായാലും 2 കിഡ്നി ഉള്ള ആളല്ലേ കലേഷ്? അതെ. ഒരു കിഡ്നി എന്റെ പത്നി കൊടുക്കും. എന്നിട്ട് കിഡ്നി എന്തെങ്കിലും കാണുന്ന ആഗ്രഹം വരുമ്പോ ആ പരിസരത്ത് വന്നോളൂ, കിഡ്നിയെ കാണാം, പത്നിയെ കാണാം, എനിക്ക് യാതൊരു കുഴപ്പമില്ലെന്നേ. ഹലോ നിങ്ങൾ എന്താണെന്ന് ചായ്ക്കോ. ഹലോ സഹോദരൻ, ഞാനൊന്ന് ചോദിക്കട്ടെ. എന്താ സഹോദരി? ഒരു പിന്നെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുക എന്ന് പറഞ്ഞാലേ നിങ്ങളുടെ ഭാര്യയ്ക്കാണ് കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അവരോട് സ്നേഹം വേണം. നിങ്ങൾക്കില്ലാത്ത സ്നേഹം എങ്ങനെ കലേഷിന് ഉണ്ടാവേണ്ട എങ്ങനെ? അത് നമ്മളെ അതുകൊണ്ട് സംബന്ധിച്ച് കാശിന്റെ കാര്യങ്ങൾ എന്താന്ന് ഞങ്ങൾ നോക്കിക്കോളാം. നിങ്ങൾ എന്റെ കിഡ്നി കൊടുക്കൂ. പൊന്നു ലക്ഷ്മിക്ക് ഒരു കാര്യം മനസ്സിലാക്കി, ഇത് ആര് എങ്ങോട്ട് പോയാലും എന്റെ കിഡ്നി കൊടുക്കുന്ന പ്രശ്നമില്ലെന്നേ. അത് നിങ്ങൾ അവരെ ഇത്ര ആഗ്രഹിപ്പിച്ചിട്ട് നിങ്ങൾ ആ ആരെ ചെയ്യുന്നത് ആഗ്രഹിപ്പിച്ചു? തെറ്റല്ലേ? നിങ്ങളെല്ലാം അവിടെ ആഗ്രഹിപ്പിച്ചാലും ഞാൻ ആരെ ആഗ്രഹിപ്പിച്ചിട്ടൊന്നുമില്ല. അത് 2 വർഷം മുമ്പാണ് ഞാൻ അശോകൻ പറഞ്ഞില്ലേ. ചേട്ടാ, ഇത് കാണിക്കാൻ അശോകൻ ചേട്ടാ, ആവശ്യമില്ല. നമ്മൾ എന്തായാലും അനൗൺസ് ചെയ്ത് പോയി. ഇനിയിപ്പോ എന്താ ചെയ്യാ? അല്ല, അനൗൺസ് ചെയ്ത് മാത്രമല്ല, അത് എഴുതി കൊടുത്തതല്ലേ. അതെ, ഇങ്ങ് വന്നേ, ശ്രദ്ധ ഇങ്ങോട്ട് വാ. ശ്രദ്ധ ഇത് എഴുതി ശ്രദ്ധ കൊടുത്തത് നല്ല ആരാ പേര് കൊടുത്തത് ശ്രദ്ധ. കണ്ടത്? എന്താണ് ഇനിയിപ്പോ എന്താ ചെയ്യാ? അവൻ കേൾക്കണ്ട. അവൻ ആള് ചെറിയൊരു കുഴപ്പക്കാരനാണ്. സംസാരിച്ചത് എനിക്ക് മനസ്സിലായി. ഓ, ഒന്ന് സോപ്പിട്ട് ആ. ഒന്ന് ടച്ച് ചെയ്തൊക്കെ പറഞ്ഞു ചിലപ്പം വീഴാൻ സാധ്യതയുണ്ട്. നമ്മൾ ആണുങ്ങൾ പറഞ്ഞിട്ട് വീഴല്ല, മനസ്സിലായില്ലേ? ആ. അപ്പൊ അവന്റെ ഭാര്യക്കാണ് ഇത്രയും ഞാൻ പ്രായം. പറഞ്ഞ നീ ഒരു ഗ്ലാമറും കൂടി അതുകൊണ്ട് പതുക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ടൊന്ന് ഇതിന്റെ പറഞ്ഞു. ഇടയിലാണെങ്കിലും ചെറിയൊരു ടച്ചിങ് അത് കേട്ടപ്പോ എനിക്ക് അത് സന്തോഷമായി. പറഞ്ഞോ. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ. ചിലപ്പോ നടക്കും. ശരി. ഇവിടെ ഒന്നും കണ്ടില്ലേ? അവിടെ ചോദിക്കാണ്, അവിടെ കൊടുക്കുക കിഡ്നി, നിങ്ങൾ ആ കിഡ്നി. പിന്നെ സുഖിച്ചേട്ടാ, എന്താണ്? സുഖിച്ചേട്ടൻ ഇന്ന് ഗ്ലാമർ ആയിട്ടുണ്ടല്ലോ. അത് ഈ പരിപാടിക്ക് വരാൻ വേണ്ടി നല്ല പുതിയ ഷർട്ടൊക്കെ മേടിച്ചത്. അപ്പൊ ഇവിടെ വന്നപ്പോ എനിക്ക് ചതിയാണെന്ന് അറിഞ്ഞത്. എന്നെ കാണാൻ എങ്ങനെയുണ്ട്? മിടിക്കല്ലേ? ഓ, എന്താ വിഷയം? പറഞ്ഞോ. ഞാൻ എന്ത് പറഞ്ഞാലും സുഖിച്ചേട്ടൻ സമ്മതിക്കോ? എപ്പോ സമ്മതിച്ചെന്ന് വെച്ചാൽ അതായത് നമ്മുടെ ചേച്ചി ഉണ്ടല്ലോ, പാവല്ലേ? പറഞ്ഞോ. പാവല്ലേ? പിന്നെ പാവണല്ലോ, പഞ്ചപാവം. കണ്ടാ മുഖത്തേക്ക് ഒന്ന് നോക്ക്. ഞാൻ എന്തൊരു നോക്കാറില്ല, അതുകൊണ്ട് തന്നെ എനിക്കറിയാലോ പാവണെന്ന്. അതല്ല ചേട്ടാ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഈ നമ്മുടെ കിഡ്നി എന്നൊക്കെ പറയണത് ഒരു കാഷ്യൂനട്ട്, ഒരു എന്താ കശുവണ്ടിയുടെ ഒക്കെ വലിപ്പമുള്ള ഒരു സാധനം. അതായത് അണ്ടിപ്പരിപ്പില്ലേ, കശുവണ്ടി, അതിന്റെ ഒക്കെ ഒരു വലിപ്പമുള്ള അത്ര ഉള്ള ഒരു അത്രേ സംഭവം. ഉള്ളൂ, അത്രേ ഉള്ളൂ. അത് ഒരെണ്ണം ഒന്ന് കൊടുക്കണോണ്ട് മോളെ, എന്താ ഈ കുഴപ്പം? അണ്ടിപ്പരിപ്പ് കിലോ എത്ര രൂപ അറിയാമോ? 105 രൂപ. 1 കിലോ കിഡ്നിക്ക് എത്രയാണെന്ന് അറിയാമോ? കിഡ്നി നമ്മൾ തൂക്കി അതും അറിയില്ല, തൂക്കി വെക്കാറില്ലല്ലോ. നോക്കാറ്. അതൊക്കെ തൂക്കമുണ്ട്. അണ്ടിപ്പരിപ്പ് ഏതാ കിഡ്നി ഏതാന്ന് അറിയാൻ വേണ്ടി ഇവിടെ കണക്കണക്കണാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്റെ കിഡ്നി തൊട്ടുള്ള കളി ആരും സമ്മതിക്കൂല മക്കളെ. എന്റെ കിഡ്നി ഞാൻ കൊടുക്കുകയല്ല, തരയില്ല. ആ മോനെ കിഡ്നി കൊടുക്കുക, അണ്ടിപ്പരിപ്പാണ് വെച്ച് തരാം. അശോകൻ ചേട്ടാ പകരം. ചിറ്റിപ്പോയി. ആണോ? ഓ, ഗുണ എന്തൊക്കെയോ രഹസ്യം പറഞ്ഞു വിട്ടേക്കാണ്. താനൊരു കാര്യം ചെയ്യണം കേട്ടോ. ആദ്യം തന്നെ വേണ്ടത് ഒരു സത്യസന്ധത എന്താണ്, വിവേകം ഉണ്ടാകണം. ഉവ്വ. ഇത് രണ്ടില്ല. തന്റെ ഭാര്യക്ക് ഒരു കിഡ്നി കൊടുക്കാന്ന് പറഞ്ഞ് എഴുതി പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്തിട്ട് ഇത് വേണ്ട, ഇത് കോടതി പോയി അവിടെ ചെല്ലുന്നറിയാമോ? കോടതിയിലെ എവിടെ വേണമെങ്കിൽ പോയിക്കോ, പക്ഷെ ഇങ്ങോട്ട് ആരും വരേണ്ട ആവശ്യമില്ല. തന്റെ ഭാര്യയിലോട് ആരെ പറഞ്ഞ ഭാര്യ എന്തൊക്കെ പറഞ്ഞു? അത് അങ്ങനെയാ ഭാര്യയല്ലേ? അത് മാത്രല്ല ഏട്ടാ, പുള്ളിയുടെ 2 കുട്ടികളുടെ അമ്മയാണ് അവര്. അപ്പൊ അത് പറയുന്നത് തെറ്റല്ലേ? മോനെ വകുപ്പ് മാറ്റി എഴുതിട്ടോ, ഞാൻ പറഞ്ഞേക്കാം. കൊടുക്ക്. ആ. സാരല്ല ചേച്ചി, അല്ലെ പോട്ടെ. മുത്തുലക്ഷ്മി ഭയങ്കര ടയേർഡ് ആയിട്ടുണ്ട്. ഒരു മിനിറ്റ്. മുത്തുലക്ഷ്മി ഇങ്ങ് വന്നേ. അശോട്ടാ, അവിടെ ഞാൻ കല്യാണം കഴിഞ്ഞതാ. പിന്നെ എനിക്ക് സുഖമാണ്. അഭിനയിക്കാൻ അറിയാമോ? പിന്നെ നന്നായി അഭിനയിക്കും. ആ. അടുത്ത സിനിമയിൽ എനിക്ക് ഒരു ചാൻസ്. അത് ശരി, അത് കിഡ്നി മേടിക്കട്ടെ, എന്നിട്ട് നമുക്ക് അഭിനയിക്കാം. ചാൻസ് കിട്ടുന്നുണ്ടെങ്കിൽ നോക്കാം. അഭിനയിക്കാൻ പറ്റും. പിന്നെ നല്ലപോലെ കരഞ്ഞ് സെന്റിമെന്റ്സ് ആയിട്ട് അഭിനയിച്ച് കഴിഞ്ഞാണ്ടല്ല, അവന്റെ മനസ്സ് മാറിയിട്ട് കിഡ്നി തരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നല്ല കരഞ്ഞ് അഭിനയിക്കും. അഭിനയിക്കട്ടെ. ആ, ആ. അയ്യോ അശോകേട്ടാ, എനിക്കൊരു കിഡ്നി അശോകേട്ടാ. അയ്യോ, അശോകേട്ടനോട് എന്നോട് അവനോട് പോയി പറയാൻ. അവിടെ അല്ലേ? ആ, പിന്നല്ലാതെ. അയ്യോ കലേശേട്ടാ, എനിക്കൊരു കിഡ്നി കലേശേട്ടാ. എടി മറത് അവിടെ അല്ല, എന്റെ അടുത്ത് അഭിനയിക്കാൻ. ഇവിടെ അഭിനയിച്ചോ. സുഖേട്ടാ, ആ, എനിക്കൊരു കിഡ്നി സുഖേട്ടാ. ഗംഭീരായിട്ട് ഒന്നുമില്ലെങ്കിലും സുഖേട്ട കൂടെ ഇറങ്ങി വന്ന പെണ്ണല്ലേ? നിനക്ക് ഉറപ്പാടി. എടി നിന്റെ അഭിനയം ഒരു സുഖം. നീ എന്താ കാണിക്കണത്?
ഇങ്ങനെ അഭിനയിച്ചുകൊണ്ട് എന്റെ കിറ്റ് തരുമെന്ന് ലക്ഷ്മി വിചാരിക്കണ്ട, അശോകനും വിചാരിക്കണ്ട, മോളും വിചാരിക്കണ്ട, കലശം വിചാരിക്കണ്ട. സുഖേട്ടാ പോയാർന്ന് സുഖേട്ട മുത്തുലക്ഷ്മിയാ പറയുന്നേ. ലക്ഷ്മി അല്ല 10 ലക്ഷ്മി വെച്ചാൽ എന്റെ കിറ്റ് എടുക്കാറില്ല ഞാൻ. Ladies and gentlemen, all silence. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. ഒന്ന് ശ്രദ്ധിക്കണേ, അല്ലെങ്കിൽ കാണാണ്ട് പോകും. ശ്രദ്ധിച്ചേക്കണേ, ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. പിന്നെ ഇവിടെ നിന്ന് കേട്ടിടത്തോളം എനിക്കൊരു സംഭവം മനസ്സിലായി. ഇത് നിസ്സാര പ്രശ്നമുള്ളത്. ഇത് ഇത്ര വലുതാക്കേണ്ട ഒരു കാര്യമില്ല. സുഹൃത്തെ, നിങ്ങളുടെ ഭാര്യയല്ലേ ഇത്? എത്ര പ്രാവശ്യം നിങ്ങൾക്ക് വെച്ച് വിളമ്പി തന്നാക്കണം? നിങ്ങൾക്കൊന്ന് വിളമ്പി കൊടുത്താൽ എന്താണ്? എന്ത് ചട്നി. ചക്നിയല്ലടാ പടേ. എന്താ വന്നേക്കണത്? ചട്നി അല്ലേ? എന്റെ ജീവനാ ചോദിക്കണത്. നിനക്ക് ഇപ്പൊ എന്താ വേണ്ടത്? ആ ചട്നിയല്ല. ചട്നി കിട്ടി നിനക്ക് ഇപ്പൊ എന്താ വേണ്ടത്? ഇവിടെ എന്ത് പ്രശ്നം? ഇവിടെ ഒരു പ്രശ്നം. നീ പോയി ഇവിടെ ഇവിടെ പ്രശ്നം ഉണ്ടാവും. എന്ത് പ്രശ്നം? ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആദ്യം ഞാൻ അറിയണം, അല്ലെങ്കിൽ എന്നെ അറിയിക്കണം. ഞാൻ അറിഞ്ഞിട്ടേ ഞാൻ പോകുള്ളൂ. അപ്പൊ അറിഞ്ഞിട്ടേ പിന്നെ അറിഞ്ഞിട്ട് പോകുള്ളൂ. അറിഞ്ഞാ പോകും. ആദ്യം നീ ആരാണെന്ന് അറിഞ്ഞ പിന്നെ നീ ആരാണെന്ന് ഞാൻ അറിഞ്ഞു. വിവരങ്ങൾ അറിഞ്ഞ് ഭയങ്കര സന്തോഷമുണ്ട്. കത്ത് ചുരുക്കുന്നു. മോനെ മോൻ സിമ്പിളനാ. പിന്നെ പുള്ളി പറഞ്ഞു വിട്ട് അത്ര കടുപ്പത്തിൽ പറഞ്ഞു തരണ്ട, ലളിതമായിട്ട് പറഞ്ഞു അല്ല മനസ്സിലാക്കി. ലളിതമായിട്ട് പറഞ്ഞുതരാം. സത്യത്തിലൂടെ എന്താ പ്രശ്നം? ഈ ചേച്ചിയുടെ കിഡ്നി മാറ്റി വെക്കണം. മാറ്റി വെക്കണോ? അത് ഇരിക്കണോടത്ത് ഇരുന്നോട്ട്. പിന്നെ അവിടുന്ന് വേറെ മാറ്റി വെക്കേണ്ട വല്ല കാര്യമുണ്ടോ? വല്ല ബുദ്ധിമുട്ടുണ്ടോ അതോട്ട് ഇരിക്കണോണ്ട്? അതല്ല ചേട്ടാ, പിന്നെ ഈ കിഡ്നി ഇല്ലേ, വൃക്ക ആ കിഡ്നി മാറ്റി വെക്കണം. അവരുടെ കംപ്ലൈന്റ് ആയി ആ ഭർത്താവ് കൊടുക്കാന്ന് 2 വർഷം മുമ്പ് ഒപ്പിട്ട് കൊടുത്താണ്. മൂപ്പരിപ്പൊ കൊടുക്കുന്നില്ല. നിർത്തേ. ആ. സത്യത്തിലൂടെ എന്താ? കിഡ്നിയാണോ ആ കൊച്ചിന് വേണ്ടത്, വൃക്കയാണോ? ഇത് കിഡ്നി എന്ന് പറയുന്നത് വൃക്കയാണ്. വൃക്ക എന്ന് പറയുന്ന കിഡ്നി. കിഡ്നി എന്ന് പറയുമ്പോ ഇംഗ്ലീഷ്, വൃക്ക എന്ന് പറയുമ്പോ മലയാളം. കിഡ്നി അല്ലെങ്കിൽ വൃക്ക. പക്ഷെ അത് ഭയങ്കര മോശമാണ് കേട്ടോ. എന്താണ്? ഇംഗ്ലീഷ് അത് ശരിയല്ല. ആ വാക്ക് തന്നെ നമുക്ക് ശരിയല്ലല്ലോ. അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ? ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു തരാമല്ലോ. ഇതെന്താ ഈ സാധനം? കണ്ണ്. ഇതെന്തിനുള്ളതാ? കാണാൻ ഉപയോഗിക്കും. ഈ കണ്ണിന്റെ ഇംഗ്ലീഷ് വാക്ക് എന്താ? ഐസ്. ഐസ് എന്ന് പറഞ്ഞാൽ ചാരായത്തിലിട്ട് കലക്കി കുടിക്കുന്ന സാധനം അല്ലേ? അതിനാരെങ്കിലും കണ്ണെന്ന് പറയോ? പിന്നെ ഇതെന്താ? ചെവി. ചെവി. ഇതെന്തിനുള്ളതാ? കേൾക്കാനുള്ളത്. അതിന് ഇംഗ്ലീഷ് വാക്ക് എന്താ? യെസ്. ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ വർഷം എന്നാ. അപ്പൊ ചമ്മി പോയില്ലേ? പിന്നെ ഈ കുടിയന്മാർക്ക് എല്ലാവർക്കും ഇല്ലാത്തൊരു സാധനമാണ് കരളെന്ന് പറയും. ഈ കരളിന്റെ ഇംഗ്ലീഷ് വാക്ക് എന്താ? ലിവർ. ലിവർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഈ ടയറൊക്കെ പഞ്ചറാകുമ്പോ ജാക്കി വെച്ച് പൊക്കാനായിട്ട് ഒരു കമ്പി കഷ്ണമില്ലേ, അതിനായി ലിവർ എന്ന് പറഞ്ഞത്. ചമ്മി പോയില്ലേ? അറിയാമോ? ഇംഗ്ലീഷ് അറിയാമോ? അപ്പൊ അതാണ് പറഞ്ഞത്. ചേട്ടന്റെ ശരീരത്തിൽ മാങ്ങണ്ടി പോലത്തെ ഒരു കിഡ്നി അല്ലേ കൊടുക്കാൻ പറഞ്ഞുള്ളൂ. അത് കൊടുത്താലെന്താ? നീ ആണെങ്കിൽ കൊടുക്കോടാ. പിന്നെ ഞാൻ കൊടുക്കൂലേ? എന്ത് കൊടുക്കും? എന്റെ ശരീരത്തിൽ മർമ്മപ്രധാനമായിട്ടുള്ള ഒരു സംഭവം ഞാൻ വാഗ്ദാനം ചെയ്തില്ലേ? എന്തായാലും കരള്. എടാ നിനക്ക് ഇല്ലാത്ത സാധനം കൊടുക്കാന്നല്ല നീ പറഞ്ഞേക്കണത്. എനിക്ക് ഉള്ള സാധനമാണ് ഇവര് ചോദിച്ചോണ്ടിരിക്കുന്നത്. മര്യാദക്കൂടെ നിന്ന് എന്നെ ഓടാ. അപ്പൊ ചേട്ടൻ ആരാണെന്ന് പിന്നെ ഞാൻ അറിഞ്ഞു. വിവരങ്ങൾ അറിഞ്ഞ് സന്തോഷമുണ്ട്. അപ്പൊ ഞാൻ കത്ത് പിന്നെ വീണ്ടും ഞാൻ മറുപടി സമാനായില്ലേ? കിഡ്നിയെ ജീവൻ വെച്ച് ആരാ കലേഷ ഈ കുടിയന്മാരൊക്കെ കയറ്റി വിട്ടത്? കലേഷ സർക്കസ് കൊടുക്കേണ്ട സമയമായില്ലേ? ഗസ്റ്റ് ഒക്കെ വന്ന് ഫ്രീ ആയിട്ട് ഇരിക്കണം. അതെ ശരിയാണ്. പക്ഷേ നമ്മൾ ടി വിയിലൂടെ ഒക്കെ ഇത് അനൗൺസ് ചെയ്ത് പോയില്ലേ, ഇവരുടെ കിഡ്നി മാറ്റി വെക്കാനുള്ള ഫണ്ട് നമ്മൾ സ്വരൂപിക്കാന്ന്. ഇപ്പൊ ഇദ്ദേഹം കിഡ്നി കൊടുക്കുന്നില്ലെന്ന് 2 വർഷം മുമ്പ് എഴുതി ഒപ്പിട്ട് കൊടുത്തായി മനുഷ്യൻ. കിഡ്നി കൊടുക്കണ്ടേ? ഇല്ല. ഒന്ന് ചോദിക്കും. നിങ്ങൾ ഞാൻ ചോദിക്കാം. നിന്റെ പെണ്ണുമ്പിളല്ലേ ഇത്? നിനക്ക് ഒരു കിഡ്നി കൊടുത്താൽ നിനക്ക് എന്താ നഷ്ടമുണ്ടോ? നിന്റെ ഒപ്പം ജീവിക്കേണ്ട പെണ്ണുമ്പിളയല്ലേ? നിനക്ക് കിഡ്നി കൊടുക്കാൻ പാടില്ലേ? നിന്റെ വർത്താനം കേട്ടാ നിന്റെ കണ്ണി ഇവിടെ എടുത്ത് വെച്ചിട്ട് എടുത്ത് കൊടുക്കാൻ പറഞ്ഞ പോലെയല്ല. നീ പോണ നിന്റെ വഴിക്ക് കിഡ്നി വെക്കാൻ നീ വലിയ വർത്താനം പറയണ്ട. ഇവിടെ അശോകൻ ചേട്ടൻ ഇരിക്കണ്ട്. ഞാൻ അശോകൻ ചേട്ടനോട് അശോകൻ ചേട്ടാ എന്ത് ചെയ്യാൻ പറ്റും? കിഡ്നി എന്തായാലും കൊടുക്കണം. എങ്ങനെയായാലും അദ്ദേഹത്തെ കിഡ്നി എടുത്ത് കൊടുക്കണം. അച്ഛനോ? എന്റെ പൊന്നാന മോനാ. ഞാനറിയാതെ ഏത് മോനാ നിങ്ങളുള്ള? തൽക്കാലം ഇവിടെ കയറുന്നോ കിഡ്നി ചവിട്ടല്ലേ താഴെന്നോ. ഇതെന്റെ മോൻ ചെഞ്ചേട്ടാ. ഒരു 5 വർഷം മുമ്പേ വടക്കാഞ്ചേരിയിൽ ഒരു സർക്കസിന് പോയി. അപ്പൊ ഈ കിണറ് കറങ്ങി തലടിച്ച് താഴെ വീണു. 3 മാസം ഹോസ്പിറ്റലായിരുന്നു. ഈ മൂദേവി തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. അറിയോ? എടി അന്ന് എന്നെ നോക്കിയതാരെന്നറിയോ? അവിടുത്തെ ഒരു പാവം നേഴ്സ് വത്സമ്മ. ആ വത്സമ്മയിൽ ഉണ്ടായ മോനാണ് എന്റെ കുഞ്ഞുകുട്ടൻ. അപ്പൊ അന്ന് അവിടെ ഉണ്ടായ ഒരു സർക്കസിലാണ് ഈ സാധനം അല്ലേ? ആ സർക്കസിന്റെ വാഗ്ദാനം. പക്ഷെ വേറെ കുഴപ്പമുണ്ട് ചേട്ടാ. എന്താണ്? ഒരു 2 വർഷം മുമ്പ് ഇവന്റെ 2 കിഡ്നി വീക്കായി പോയി. അവസാനം എന്തൊരു കിഡ്നി കൊടുത്തിട്ടാണ് ഇപ്പൊ ഇവന്റെ ജീവൻ നിലനിൽക്കുന്നത് തന്നെ. അങ്ങനെയുണ്ടോ? ഒറ്റ കിഡ്നി കൊണ്ട് ജീവിക്കുന്ന എന്റെ ആ കിഡ്നിയാണ് നിങ്ങൾ എല്ലാവരും ഇവർക്ക് കൊടുക്കും എന്ന് പറയുന്നത്. ഞാൻ കിഡ്നി കൊടുക്കാം. പക്ഷേ എനിക്ക് ആര് കിഡ്നി തരും പറ? ഒക്കെ പോയി കണ്ട കൊടുക്കുക എന്ന് പറയാൻ എല്ലാവർക്കും കഴിയും.
പക്ഷെ കൊടുക്കാനുള്ള മനസ്സ് ഇവർക്ക് ആർക്കും ഉണ്ടാവണമെന്നില്ല. കാരണം കിഡ്നി ആണേ